Dear friends, welcome to Easy English Grammar. In this class, we are going to discuss gender in nouns. What do you mean by gender? Gender indicates male or female. English follows the natural gender. All that denotes male sex are called masculine, and all the nouns that denote female sex are feminine gender. All the inanimate objects are neutral. Inanimate objects neutral. അതുപോലെ baby എന്നുള്ളതും neutral ആണ് because a baby can be either a boy or a girl. ഒരു ബേബി ആൺകുട്ടിയാവാം അല്ലെങ്കിൽ പെൺകുട്ടിയാവാം. അതുകൊണ്ട് അത് ന്യൂട്രലിൻ്റെ വിഭാഗത്തിലാണ് വരുന്നത്. All that indicate male sex are masculine. പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്ന എല്ലാ നൗണുകളും masculine ആയിരിക്കും. Here we have father. Father is a male and the female part is mother. Father, mother. Baby is neutral because as I have said, a baby can be either a boy or a girl. അപ്പോൾ ഒരു ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ബേബി എന്നാണ് പറയും. അപ്പം മെയിൽ സെക്സിനെ ഡിനോട്ട് ചെയ്യുന്ന പ്രൊനൗൺ ഹി ആണ്. അപ്പോൾ ഹി, ബോയ്, ഫാദർ ബോയ്, ഹി ആണ്. മദർ ഗേൾ, ഷീ ആണ്. ബേബി പെൻ, ഇറ്റ് ആണ്. അപ്പോൾ ഇറ്റ് എന്ന് പറയുമ്പോൾ അത് ന്യൂട്രലാണ് റിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ബേബി, ഇറ്റ്സ് എ പെൻ. ഇറ്റ് ഈസ് എ ബോയ് എന്ന് പറയാറില്ല. ഹീ ഈസ് എ ബോയ്, ഷീ ഈസ് എ ഗേൾ. ആ അർത്ഥത്തിലാണ് നമ്മൾ പ്രോനൗൺ ഉപയോഗിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഫോളോസ് ദ നേച്ചുറൽ ജെൻഡർ. അപ്പോൾ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നത് നേച്ചുറൽ ജെൻഡറിനെയാണ്. അപ്പോൾ ഓൾ ദാറ്റ് നൗൺസ് വിച്ച് ഡിനോട്ട് മെയിൽ സെക്സ് ആർ masculine, and all the nouns that denote female sex are feminine and others are neutral. മറ്റുള്ള നൗണുകൾ ന്യൂട്രൽ ആണ്. അപ്പോൾ അതിന് ന്യൂട്രലിനെ സൂചിപ്പിക്കാൻ ഹി, ഷീ, ഇറ്റ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള നമ്മൾ ഇൻ പോയട്രി കവിതകളിൽ പേഴ്സോണിഫിക്കേഷൻ എന്നുള്ളൊരു ഡിവൈസ് ഉണ്ട്. അതിൽ നമ്മൾ ഹി, ഷീ എന്നുള്ള പ്രയോഗങ്ങൾ വരാറുണ്ട്. കാരണം ഇനാനിമേറ്റ് ഒബ്ജക്റ്റുകളെ പേഴ്സണായിട്ട് അവതരിപ്പിക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ നമ്മളവിടെ ഹി അല്ലെങ്കിൽ ഷീ എന്ന് കൊടുക്കേണ്ടി വരും. അത് കവിതകൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയുന്നതാണ്. Here we have a list of words or nouns which are given in masculine and feminine. Masculine form and their corresponding feminine forms are given here. അപ്പോൾ പുല്ലിംഗവും അതിൻ്റെ സ്ത്രീലിംഗവും. അപ്പോൾ ബ്രൈഡ്ഗ്രൂം or groom. ബ്രൈഡ്ഗ്രൂം എന്നുള്ളത് ഗ്രൂം എന്ന് പറയും. ഗ്രൂം, ദ ഫെമിനിൻ ഫോം ഈസ് ബ്രൈഡ്, വരൻ, വധു. ഡ്യൂക്ക്, ഡച്ചിസ്. ഡ്യൂക്ക്, ഡച്ചിസ് പ്രഭുക്കന്മാരിലെ ഉയർന്നൊരു ഭാഗമാണ് ഡ്യൂക്ക്. ഇപ്പോൾ ഡ്യൂക്കിൻ്റെ വൈഫാണ് ഡച്ചിസ്. ദർ ഇസ് എ ഫേമസ് പോയം റിട്ടൺ ബൈ റോബർട്ട് ബ്രൗണിംഗ് entitled My Last Duchess. Here the Duchess is the wife of the Duke. അതിലെ ഡ്യൂക്കിൻ്റെ ഭാര്യയാണ് ഡച്ചിസ്. ഡ്രമാറ്റിക് മോണോലോഗിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ആ കവിത. ജെന്റിൽമാൻ, ലേഡി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പ്രസംഗത്തിൻ്റെയൊക്കെ തുടക്കം നമുക്ക് കേൾക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇപ്പോൾ ജെന്റിൽമാൻ അതിൻ്റെ ഫെമിനൈൻ ഫോമാണ് ലേഡി. ഹീറോ, ഹെറോയിൻ. ഹീറോ, ഹെറോയിൻ. ഹീറോ നായകൻ, ഹെറോയിൻ നായിക. അപ്പോൾ ഹെറോയിൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സ്പെല്ലിംഗ് ഈ വിട്ടുപോയി കഴിഞ്ഞാൽ അത് മയക്കുമരുന്നിൻ്റെ സ്പെല്ലിംഗ് ആണ്. അത് പ്രൊനൗൺസിയേഷൻ രണ്ടും സെയിം ആണ്, ഹെറോയിൻ തന്നെയാണ്. ദ ആർ ഹോമോഫോൺസ്. സെയിം പ്രൊനൗൺസിയേഷൻ ഉള്ള വേർഡുകൾക്കാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുക. അപ്പോൾ ഐ എന്നുള്ള ഞാൻ എന്നുള്ള അർത്ഥത്തിൽ ഐയും ഈ കണ്ണ് എന്നുള്ളതിലുള്ള ഐയും സെയിം പ്രൊനൗൺസിയേഷനാണ്. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഐ എന്നുമ്പോൾ നമ്മൾ ഞാൻ എന്നുള്ള അർത്ഥത്തിൽ ഐ എന്നുള്ള ലെറ്റർ മാത്രമേ ഉള്ളൂ. ഐ കണ്ണ് എന്നുള്ളത് ഇ എന്ന് എഴുതും. പക്ഷേ ഇൻ പ്രൊനൗൺസിയേഷൻ ബോത്ത് ഓഫ് ദം ആസ് പ്രൊനൗൺസ് സെയിം. അപ്പോൾ രണ്ടും സെയിം ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം വേർഡുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഹോമോഫോൺസ് എന്നാണ്. ഹോസ്റ്റ്, ഹോസ്റ്റസ്. ഹോസ്റ്റ് ആതിഥേയൻ, ഹോസ്റ്റസ് ആതിഥേയ, എയർ ഹോസ്റ്റസ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഗസ്റ്റ് എന്നുള്ളത് അതിന് അതിഥി, ഗസ്റ്റ് അതിഥി. അപ്പോൾ ഗസ്റ്റസ് എന്ന് പറയാറില്ല. ഗസ്റ്റ് ആണായാലും പെണ്ണായാലും ഗസ്റ്റ് തന്നെയാണ്. Husband, wife. The feminine form of husband is wife. ഭർത്താവ്,
ഭാര്യ. മാൻ വുമൺ, മാൻ വുമൺ, മാൻ പുരുഷൻ, വുമൺ സ്ത്രീ. മെൻ, മാൻ plural is men and woman plural is women, WOMEN spelling, and it is pronounced as not woman but it is women. Now monk, nun, monk, monk എന്ന് പറഞ്ഞാൽ സന്യാസിനാണ്, nun എന്ന് പറഞ്ഞാൽ സന്യാസിനി, nun. അതും NONE എന്നുള്ള വേർഡ്. അപ്പോൾ NONE ആരുമില്ല എന്നുള്ളത്, നോ വൺ എന്നുള്ളതിൽ നൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നണ്ണും NUNും നേരത്തെ പറഞ്ഞ പോലെ ഹോമോഫോൺസ് ആണ്. NONE, NUN, both of them as pronounced as none. അത് ഒരുപോലെയാണ് രണ്ട് വേർഡുകളും പ്രൊണൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹോമോഫോൺസ് ആണ്. സൺ, ഡോട്ടർ, ലാഡ്, ലാസ്, നെഫ്യൂ, നീസ്, അങ്കിൾ, ആൻഡ്, വിറ്റോവ, വിറ്റോ, കിങ്, ക്വീൻ, പ്രിൻസ്, പ്രിൻസസ്, ബ്രദർ, സിസ്റ്റർ. ഓക്കെ, സൺ, ഡോട്ടർ, സൺ മകൻ, ഡോട്ടർ മകൾ. ലാഡ്, ലാസ്, ലാഡ് ആൺകുട്ടി, ലാസ് പെൺകുട്ടി. നെഫ്യൂ, നീസ്, നെഫ്യൂ, നീസ് മരുമകൻ ഓർ മരുമകൾ. അങ്കിൾ, ആൻറ്റ്, അങ്കിൾ, ആൻറ്റ്, നോട്ട് ഓൺറ്റ്, ദ പ്രൊനൗൺസിയേഷൻ ഈസ് ആൻറ്റ്. വിറ്റോവ, വിറ്റോ, വിധവൻ, വിധവ. കിങ്, ക്വീൻ, രാജാവ്, രാജ്ഞി. പ്രിൻസ്, പ്രിൻസസ്, രാജകുമാരൻ, രാജകുമാരി. ബ്രദർ, സിസ്റ്റർ, ബ്രദർ, സിസ്റ്റർ, സഹോദരൻ, സഹോദരി. But these are masculine words and these are feminine words. Here we have certain forms which have masculine forms and feminine forms, but masculine forms are most often used instead of these feminine forms. അപ്പോൾ ഈ masculine forms അതുപോലെ feminine forms ഈ കാറ്റഗറിയിൽ വരുന്ന വേർഡുകളിൽ ഉള്ള പ്രധാന ഒരു ഉപയോഗം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഫെമിനൈൻ ഫോംസിന് പകരമായിട്ട് ഫെമിനൈനെ സൂചിപ്പിക്കാനും മാസ്കുലിൻ ഫോംസ് തന്നെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ടർ, ആക്ട്രസ്, ആക്ടർ, ആക്ട്രസ്, ഇപ്പം നടൻ, നടി, അല്ല അഭിനേതാവ്, അഭിനേത്രി. ഈ ആക്ടർ എന്നുള്ളത് നടികളെ സൂചിപ്പിക്കാനും ഈ മോഡേൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. ആക്ടർ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ആക്ട്രസ് എന്ന് പറഞ്ഞാൽ നടി എന്നുള്ളതാണ്. ഓദർ, ഓദറസ്, ഓദർ, ഓദർ ഗ്രന്ഥകർത്താവ്, അത് പുരുഷനായിട്ടുള്ള. ഓദറസ് ഗ്രന്ഥകർത്താവ്, സ്ത്രീ അല്ലെങ്കിൽ വനിത. അതും അതുപോലെ തന്നെ പിന്നെ ഓദർ എന്നുള്ളത് ഈസ് കോമൺലി യൂസ്ഡ് നവഡേയ്സ് ഫോർ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഹെയർ, എയറസ്, എയർ അവകാശി എന്നുള്ളതാണ്. ലീഗൽ എയേഴ്സ്, സ്വത്തിനൊക്കെ അവകാശി. അപ്പോൾ പിതാവ് മരിച്ചാൽ മക്കൾ അവകാശിയാവുന്നെന്ന് പറയും. എയർ, അതാണ് HEIR. എച്ചിന് ഉച്ചാരണമല്ല, എയർ എന്നാണ്. ഹെയർ എന്ന് പറയില്ല, എയർ. എയർ, എയറസ്, എയർ പുരുഷന്മാരായിട്ടുള്ള അവകാശികൾ, എയറസ് സ്ത്രീകളായിട്ടുള്ള അവകാശി. മേർഡറർ, മേർഡറസ്, മേർഡറർ കൊലപാതകി പുരുഷൻ, മേർഡറസ് കൊലപാതകി സ്ത്രീ. അപ്പോൾ മേർഡറർ, മേർഡറസ്. പോയറ്റ്, പോയറ്റസ്, പോയറ്റ്, പോയറ്റസ്, പോയറ്റ് കവി, പോയറ്റസ് കവയത്രി. അപ്പോൾ ഇൻ മോഡേൺ ഏജ് poet is used for both female and male writers. അപ്പം പുരുഷന്മാർക്കും അതേപോലെ സ്ത്രീകൾക്കും രണ്ടുപേർക്കും പോയറ്റ് എന്ന് തന്നെ പറയാറുണ്ട്. പക്ഷെ പോയറ്റസ് എന്ന് പറയുന്നത് സ്ത്രീകളെ സൂചിപ്പിക്കാനുള്ള ടേം. പ്രീസ്റ്റ്, പ്രീസ്റ്റസ്, അതുപോലെ പ്രീസ്റ്റ് പുരോഹിതൻ, പ്രീസ്റ്റസ് പുരോഹിതൻ. സ്റ്റീവാർഡ്, സ്റ്റീവാർഡസ്, സ്റ്റീവാർഡ് കാര്യസ്ഥൻ, സ്റ്റീവാർഡസ് കാര്യസ്ഥ. Then waiter, waitress, waiter the female form is waitress. വെയിറ്ററിന്റെ ഫീമെയിൽ ഫോം ആണ് or feminine form ആണ് waitress. Here we have the list of animals and birds, masculine and feminine. Bull, cow. Bull is the male and the cow is the female. Cock or rooster. Cock or rooster. പൂവൻ കോഴിക്കാണ് കോക്ക് അല്ലെങ്കിൽ റൂസ്റ്റർ എന്ന് പറയുന്നത്. പിടക്കോഴിക്ക് ഹെൻ എന്നാണ് പറയുക. അതുപോലെ മയിലിന് പീകോക്ക് എന്ന് പറയും. മയിലിൻ്റെ ഫെമിനിൻ ഫോം പി ഹെൻ, പീകോക്ക് ആൻഡ് പി ഹെൻ. ഗോട്ട്സ്, ഗോട്ട്സ് ബില്ലി ഗോട്ട്സ് ആണായിട്ടുള്ള ആടുകൾക്കാണ് ബില്ലി ഗോട്ട് അല്ലെങ്കിൽ ഗോട്ട് എന്ന് പറയുന്നത്. ഫെമിനിൻ ഫോം ഈസ് നാനി ഗോട്ട്, നാനി ഓർ നാനി ഗോട്ട്. ഡോഗ്, ബിച്ച്.
ഡോഗ് ഈസ് മാസ്കുലൈൻ വിച്ച് ഈസ് ദ ഫെമിനൈൻ ഫോം. ഡോഗ് എന്നുള്ളത് മാസ്കുലൈൻ ആണ്, അതിൻ്റെ ഫെമിനൈൻ ഫോം വിച്ച് എന്നുള്ളതാണ്. ഫോക്സ്, വിക്സൺ. ഫോക്സ് ഈസ് മെയിൽ ആൻഡ് വിക്സൺ ഈസ് ദ ഫീമെയിൽ. റാം, യു. ദ പ്രൊനൗൺസിയേഷൻ ഈസ് നോട്ട് ഈവ് ബട്ട് യു. റാം ഒരു തരത്തിലുള്ള ആടാണ്, മുട്ടനാട് എന്നൊക്കെ പറയും. അതിൻ്റെ ഫെമിനൈൻ ഫോമാണ് യു. ദെൻ ലയൺ, ലയണസ്. ലയൺ ഈസ് മാസ്കുലൈൻ, ലയണസ് ഈസ് ഫെമിനൈൻ. ടൈഗർ, tigress. Tiger is masculine and tigress is feminine. The majority of the nouns have the same form for males and females. Artist, assistant, cook, dancer, doctor, driver, guide, teacher. But these are words which have the same form. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ പുരുഷനാവാം സ്ത്രീ ആവാം. അതുപോലെ ആർട്ടിസ്റ്റ്. We can specify these words by adding male or female words indicating male or female like man, woman, lady, etc. ഇപ്പോൾ man driver, woman driver. അപ്പോൾ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി either മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ പുരുഷനാവാം സ്ത്രീ ആവാം. പക്ഷെ നമുക്കത് പുരുഷനാണെന്ന് വെച്ചാൽ മെയിൽ ഡ്രൈവർ എന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ സ്ത്രീ ആണെങ്കിൽ വുമൺ ഡ്രൈവർ, അല്ലെങ്കിൽ ലേഡി ഡ്രൈവർ, ലേഡി ഡോക്ടർ, മെയിൽ ഡോക്ടർ. ആ മെയിലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വേർഡ്സ് കൂടി ചേർത്തുകൊണ്ട് നമുക്കത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ ടൈം വിൽ സ്റ്റോപ്പ് ഹിയർ. Thank you for watching.